വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ തന്ത്രജ്ഞത മെനയുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ വന്നിരുന്ന കനകുലു ടീം, കർണാടകക്കാരനായ കനകുലുവിൻ്റെ ടീം പിൻവാങ്ങി. നേരിട്ട് അവർ ഇടപെടുന്നില്ല. അവർ നേരെ കർണാടകയും ആന്ധ്രയും കേന്ദ്രീകരിച്ചിട്ടാണ്, ഇപ്പോൾ തെലങ്കാനയും കേന്ദ്രീകരിച്ചിട്ടാണ് അവർ പ്രവർത്തനം നടത്തുന്നത്. കാരണം അവിടെ നിന്ന് കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് നേടിയെടുക്കാൻ പറ്റുമോ എന്നാണ് കനകുലു ടീം ഇപ്പോൾ ആലോചിക്കുന്നത്. എന്നാലും പീരിയോഡിക്കൽ ചില സർവേ റിപ്പോർട്ടുകൾ കനകുലു ടീം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രകാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കനകുലു ടീമിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് കോൺഗ്രസിന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്, നിങ്ങൾ 5 മുതൽ 8 സീറ്റിൽ വരെ പരാജയപ്പെടും. സിറ്റിംഗ് സീറ്റുകൾ നിങ്ങൾ പോകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ എന്താണെന്ന് വെച്ചാൽ മെനയുക. കൃത്യമായ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിയെന്ന് KPCC അംഗീകരിക്കത്തൊന്നുമില്ല, സമ്മതിക്കത്തൊന്നുമില്ല. കാരണം അതിനകത്തൊരു ചമ്മലുണ്ട്. പക്ഷേ കൃത്യമായിട്ട് കനകുലു ടീം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവർ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ഈ കേന്ദ്രീകരിച്ചത് അവർ കർണാടക തെലങ്കാനയിലുമൊക്കെ ആയിട്ട് 45 ലോക്സഭാ സീറ്റുണ്ട്. അതിൽ ഒരു 35 സീറ്റ് നേടുന്നതിനുള്ള തന്ത്രങ്ങളാണ് കനകുലു ടീമിനെ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രധാന പ്രവർത്തന മേഖല തെലങ്കാന, കർണാടക, ആന്ധ്ര, അവിടെയാണ് കൂടുതൽ സീറ്റുകൾ. ഇപ്പോൾ കേരളത്തിലെ 20 സീറ്റിൽ UDF കോൺഗ്രസ് മുന്നണിക്ക് എത്ര കിട്ടുമെന്നുള്ള ചില ഫീഡ്ബാക്ക് അവർ കൊടുക്കുന്നു. അങ്ങനെ 1-2 ഫീഡ്ബാക്ക് അവർ കൊടുത്തതിലാണ് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 8 മണ്ഡലങ്ങളിൽ വരെ ഈ നിലവിലുള്ള സിറ്റിംഗ് എംപിമാർ തോറ്റുപോകാം കോൺഗ്രസിൻ്റെ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2019 1 സീറ്റിൽ മാത്രം LDF ജയിക്കുകയും 19 സീറ്റിൽ UDF ജയിക്കുകയും ചെയ്ത കേരളത്തിൽ ഇത്തവണ 8 സീറ്റിൽ വരെ അവർ തോറ്റുപോകാം എന്നാണ് കനകുലു ടീം മുന്നറിയിപ്പ് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ 8+1 9. കനകുലു ടീമിൻ്റെ പ്രവചനം വിലയിരുത്തൽ അനുസരിച്ച് തന്നെ LDF ഇത്തവണ 9 സീറ്റിൽ ജയിക്കും. അതാണല്ലോ അതിൻ്റെ അർത്ഥം. അതാണല്ലോ നിലവിലുള്ള സിറ്റിംഗ് സീറ്റ് ആലപ്പുഴ ഉൾപ്പെടെ 9 സീറ്റിൽ LDF ജയിച്ചിരിക്കുമെന്ന് കനകുലു ടീം തന്നെ കോൺഗ്രസിലെ KPCCക്ക് നേതൃത്വത്തിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അവർ നിഷേധിക്കട്ടെ അങ്ങനെ റിപ്പോർട്ടില്ല എന്ന്. ഇനി ഒരു കൗതുകം വരും, ഈ കൈവിട്ടു പോകാവുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? അതായത് നിലവിലുള്ള അവിടുത്തെ സിറ്റിംഗ് കോൺഗ്രസ് എംപിമാർ വെരി അൺപോപ്പുലർ, ആ വാക്കാണ് ഉപയോഗിച്ചത്. അവരെപ്പറ്റി ജനങ്ങൾക്ക് മതിപ്പില്ലാത്ത ഈ സിറ്റിംഗ് എംപിമാർ വീണ്ടു നിന്നാൽ ജയസാധ്യത പിന്നെയും കുറയും. അല്ലെങ്കിൽ പുതുമുഖ സ്ഥാനാർത്ഥികളെ നിർത്തി പരീക്ഷിക്കുക. ഒരുപക്ഷെ ചില മണ്ഡലങ്ങളെങ്കിലും രക്ഷിക്കാൻ കഴിയും. വളരെ അൺപോപ്പുലറായ നിലവിലുള്ള സിറ്റിംഗ് എംപിമാരെ മത്സരിപ്പിച്ച് ഇത് വീണ്ടും ജയിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നാണ് കൊടുത്തിരിക്കുന്ന വിലയിരുത്തൽ. മനസ്സിലായല്ലോ? ഇനി ഏതൊക്കെയാണ് ഈ മണ്ഡലങ്ങൾ പറയാം. ഈ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം മണ്ഡലങ്ങൾ തീർത്തും തോറ്റുപോകുമെന്ന് വിലയിരുത്തിയിരിക്കുന്ന കനകുലു ടീം വിലയിരുത്തിയിരിക്കുന്ന മണ്ഡലങ്ങൾ: 1 കണ്ണൂർ, അവിടുത്തെ സിറ്റിംഗ് MP ആരാണെന്നറിയാമല്ല, KPCC പ്രസിഡന്റ്. 2 ആലത്തൂർ, നമ്മുടെ പെങ്ങളൂട്ടി മത്സരിക്കുന്ന ആലത്തൂർ, വീണ്ടും മത്സരിക്കുന്ന ആലത്തൂർ. 3 പാലക്കാട്. 4 പത്തനംതിട്ട, സിറ്റിംഗ് MP ആന്റണി കോൺഗ്രസിൻ്റെ പത്തനംതിട്ട. 5 മാവേലിക്കര, കൊടിക്കുന്നിൽ സുരേഷിൻ്റെ സ്ഥിരം മണ്ഡലമായ മാവേലിക്കര. ഈ 5ഇടത്ത് സിറ്റിംഗ് എംപിമാരെ പറ്റി മതിപ്പില്ലാത്തതുകൊണ്ട് തന്നെ തോറ്റുപോകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളോട് വെച്ച് നോക്കുമ്പോൾ ജയിക്കുക പ്രയാസമാണ്. പിന്നെ കയ്യാലപ്പുറത്തിരിക്കുന്ന ഒരു 3 എണ്ണം ഉണ്ട്. അതാണ് മൊത്തം 8 പറയുന്നത്. ഈ കയ്യാലപ്പുറത്തിരിക്കുന്നത് തോൽവി സാധ്യത, സൂക്ഷിച്ചില്ലെങ്കിൽ തോറ്റുപോകാവുന്ന സാധ്യതയുള്ള മണ്ഡലങ്ങൾ: 1 കാസർഗോഡ്, ഇപ്പം രാജ്മോഹൻ ഉണ്ണിത്താനാണ് അവിടുത്തെ MP, സിറ്റിംഗ് MP. 2 കോഴിക്കോട്, 3 തവണ ജയിച്ച് 4ാം തവണ മത്സരിക്കുന്ന MK രാഘവൻ്റെ കോഴിക്കോട്. തൃശ്ശൂർ, തീവാറുന്ന പോരാട്ടം, സുരേഷ് ഗോപി കടത്തിലിറങ്ങി നിൽക്കുന്ന തൃശ്ശൂർ. ഈ 3 മണ്ഡലങ്ങളും കോൺഗ്രസിന് നഷ്ടപ്പെടാം സൂക്ഷിച്ചില്ലെങ്കിൽ എന്നാണ് കനകുലു ടീമിൻ്റെ മുന്നറിയിപ്പ്. ഇത് കൂടാതെ ബാക്കി ഇനിയും വരുന്ന 12 മണ്ഡലങ്ങളുണ്ടല്ലോ, അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ വേറൊരു വീഡിയോ സ്റ്റോറി നമുക്ക് ചെയ്യാം. ഈ ഞങ്ങളുടെ വിലയിരുത്തൽ പൊതുവേ ഞങ്ങൾ അത് വളരെ ആലോചിച്ചിട്ടാണ് പറയുന്നത്. കേരളത്തിൽ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറക്കുമോ എന്ന് ചോദിച്ചാൽ നേരിട്ട് തുറക്കത്തില്ല. 1 സീറ്റിൽ പോലും അവർക്ക് ജയിക്കാനാവില്ല. പിന്നെ അക്കൗണ്ട് തുറക്കുമോ എന്ന് ചോദിച്ചാൽ ഇൻഡയറക്റ്റ് ആയിട്ട്, പരോക്ഷമായിട്ട് വേണേൽ അക്കൗണ്ട് തുറക്കാം.
അപ്പോൾ BJP കേന്ദ്ര നേതൃത്വം ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൊല്ലമാണ്. അതുകൂടി പറയാതെ ഈ സ്റ്റോറി പൂർണ്ണമാവില്ല. കൊല്ലത്തു നിന്നൊരു UDF MP ജയിക്കും, നമ്മുടെ പ്രേമേട്ടൻ. ജയിച്ചിട്ട് പ്രേമേട്ടൻ BJPയിലേക്ക് പോകുന്നു. സങ്കല്പിക്കുകയല്ല, ഇതുവരെയുള്ള മോദി സ്തുതി വെച്ചിട്ട് പറയുകയാണ്. പിന്നെ കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ല, MP സ്ഥാനം നഷ്ടപ്പെടുത്തില്ല. ആകെ ഒരു MP അല്ലേ ഉള്ളൂ ഈ പാർട്ടിക്ക്, പ്രേമേട്ടൻ്റെ പാർട്ടിക്ക്. ഒരൊറ്റ MLA അസംബ്ലിയിലില്ല. അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ല. ഈ പാർട്ടി പുള്ളി തന്നെ പുള്ളി തന്നെ പിന്നെ UDF വിട്ടിട്ട് കോൺഗ്രസ് വിട്ടിട്ട് അങ്ങ് BJP ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ലയിച്ചു. പിന്നെ അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അല്ലെ NDAയുടെ ഘടകകക്ഷിയായാൽ മതി, എളുപ്പമാണ്. പ്രേമേട്ടന് മുന്നിൽ തുറന്നു കിടക്കുന്ന വാതിലുകൾ എത്രയോ ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വാതിലുകൾ തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ BJP ലക്ഷ്യം വയ്ക്കുന്നതും അത് തന്നെയാണ്. കാരണം BJPക്ക് അറിയാം, കൊല്ലത്തെ മൃദു ഹിന്ദുത്വ കോൺഗ്രസ്സുകാർ പ്രേമേട്ടന് വോട്ട് ചെയ്യാതിരിക്കുമോ? മനസ്സിനുള്ളിൽ പകല് കോൺഗ്രസും രാത്രി BJPയുമാണല്ലോ. ഇനി പ്രേമേട്ടൻ ജയിച്ചാൽ പ്രേമേട്ടൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ്. ഞങ്ങൾ ആദ്യം ഈ സ്റ്റോറി ചെയ്തപ്പം ഞങ്ങളെ കുറേ പേര് ഞങ്ങളുടെ കമൻസിൽ വന്നിട്ട് കമൻസ് ബോക്സിൽ നമ്മളോട് ഒത്തിരി വിമർശനം ഉന്നയിച്ച്, നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്, നിങ്ങൾക്ക് മര്യാദയില്ലേ? ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ നടന്ന സംഭവങ്ങൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട്, ഞങ്ങൾ ഈ സ്റ്റോറി ആദ്യം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു മാസം കഴിയുന്നു. പ്രേമേട്ടൻ്റെ ഓരോ പ്രസ്താവനകൾ, BJPയുടെ പ്രതികരണം, കാര്യങ്ങളുടെ കിടപ്പ്, അതിൻ്റെ ഭൂമിശാസ്ത്രം, ചരിത്രം, ടോപ്പോഗ്രഫി എല്ലാം നോക്കുക. പിന്നെ കോൺഗ്രസിനെതിരെ കുറേ മൃദു ഹിന്ദുത്വ വോട്ടർമാർ. കോൺഗ്രസ് ആയാലും കുഴപ്പമില്ല, BJP ആയാലും കുഴപ്പമില്ല, നമുക്ക് രണ്ടും ഒന്ന് തന്നെ എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് വോട്ടർമാർ ഇവിടെയും ഇല്ലേ? കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് മൃദു ഹിന്ദുത്വ വോട്ടർമാർ കോൺഗ്രസിൻ്റെ. അവർ പ്രേമേട്ടന് വോട്ട് ചെയ്യും. പ്രേമേട്ടൻ നാളെ BJP ആകുന്നെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് വിഷയമൊന്നുമില്ല, നമുക്ക് സന്തോഷമുള്ളൂ. ഈ ഒരു രാഷ്ട്രീയമാണ് കോൺഗ്രസിനെ ഇല്ലാണ്ടാക്കിയതെന്ന് കോൺഗ്രസ് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ ഒരു സീറ്റ് BJP കിട്ടാൻ സാധ്യതയുണ്ട്. അന്ന് പറഞ്ഞ അതേ വാചകം ആവർത്തിക്കുകയാണ്. അത് കൊല്ലം സീറ്റാണ്. അതെങ്ങനെയാണ് കിട്ടാന്ന് ചോദിച്ചാൽ അത് പിൻവാതിലിൽ കൂടിയാണ് കൊല്ലം സീറ്റ് BJPക്ക് ലഭിക്കുക എന്നുള്ളത് ദയവ് ചെയ്ത് നമ്മുടെ പ്രേക്ഷകരും ഇത് കാണുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കുക. അത് മാത്രമേ പറയാനുള്ളൂ.